ഇനി ഇതല്ലാതെ വേറെ ഗിഫ്റ്റ് ഉണ്ട്. എന്റെ ഗിഫ്റ്റ് അവിടെ ഒരു മറ്റേ സീബ്രയുടെ കുഞ്ഞുണ്ടെന്ന് അവര് പറഞ്ഞു. സീബ്ര ബേബി ആണെങ്കിലോ? സീബ്ര കുഞ്ഞല്ല. സീബ്ര കുഞ്ഞെ നീ ഇവിടെ ഇരിക്കും കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്. ഇതിനകത്ത് കുറെ പ്രഗ്നന്റ് ആണ് കേട്ടോ. ഞാൻ ജസ്റ്റ് അവന്റെ മീശ ഉണ്ടല്ലോ അന്നെ കൊച്ചിന്റെ ഇത് കയ്യെ മുട്ടിക്കാവേ. എന്നാ പറ. ഓപ്പൺ യുവർ ഐസ്. ഹലോ, അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമ്മുടെ വണ്ടിയുടെ പുറകിൽ മൊത്തം ഉണ്ടല്ലോ അന്നക്കൊച്ചിനുള്ള ഗിഫ്റ്റ് ആണ്. അന്നക്കൊച്ചിനുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്. സോറി, ഇതും അതെ, ഒരു കുൽഫി ഞങ്ങൾ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അന്നക്കൊച്ചെ എത്രാമത്തെ ബർത്ത്ഡേ ആയിരുന്നു? പറയണ്ട. ഞങ്ങളാണെങ്കിൽ ചെറിയ രീതിയിൽ അന്നക്കൊച്ചിന്റെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തായിരുന്നു അല്ലേ? കാണണോ അന്നക്കൊച്ചിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാവർക്കും? പപ്പ കറക്റ്റ് സമയത്ത് ഇവിടെ ഉണ്ടല്ലോ. എന്നാ മണിയായിരുന്നു? എന്നാ നമുക്ക് കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ട്. അന്നക്കൊച്ചിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. വാ. അപ്പൊ നമ്മൾ വണ്ടി വീട്ടിലോട്ട് കയറ്റി പാർക്ക് ചെയ്യുവാണ്. അന്നക്കൊച്ചിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എല്ലാവരും കാണിക്കണ്ടേ അന്നക്കൊച്ചെ? ഇന്ന് മൊത്തം അൺബോക്സ് ചെയ്യുന്ന അന്നക്കൊച്ചാണ് കേട്ടോ. അതൊരു ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇനി വേറെ തീർക്കെ, പെട്ടെന്ന് പടപടം തീർക്കെ. ഒരു കാര്യം ചെയ്യാം, അവൾ ആ കുൽഫി തീർക്കുന്ന ഗ്യാപ്പിലുണ്ടല്ലോ അവളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടോ അല്ലേ അന്നക്കൊച്ചെ? എത്ര വയസ്സായി? 1, 2. ഹാപ്പി ബർത്ത്ഡേ ടു യു. അന്നക്കൊച്ചിന്റെ ബർത്ത്ഡേ ആണെന്ന് ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോണ കേട്ടോ. അതെ, എന്നാണ് കേട്ടില്ല? ഡബിൾ ഡിജിറ്റ്. ഓ, അത് പറഞ്ഞു. എന്നാന്ന്? 2 എന്ത് നമ്പർ ആയിട്ടുണ്ട്? 2 10ആയി ബർത്ത്ഡേ. ഇത്ര നാളെല്ലാം 9, 8, 7, 6 എന്ന മട് ബോറിംഗ് ആയിരുന്നു അല്ലേ? ഇപ്പൊ 2 ഡിജിറ്റ് ആയിട്ടുണ്ട് അന്നക്കൊച്ചിന്. ഞങ്ങൾ ഇവിടെ ഒരു ഹാപ്പി ബർത്ത്ഡേ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറെ ബലൂൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കേക്ക് എവിടെ? കേക്ക് മറന്നുപോയി. കേക്ക് എടുത്തില്ല, മറന്നുപോയി. അയ്യോ, ഒരു കാര്യം ചെയ്യാം, ഒരു ബലൂൺ എടുത്ത് കട്ട് ചെയ്തോ. കേക്ക് എവിടെ? ഓ, അടിപൊളി. ഹാപ്പി ബർത്ത്ഡേ അന്നക്കുട്ടി എന്നൊക്കെ ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ണടയ്ക്കണം, കണ്ണ് തുറക്കല്ലേ കേട്ടോ. വിരാജ് മറ്റേ ഇപ്പോഴത്തെ ട്രെൻഡിങ് വീഡിയോ പോലെ ഇങ്ങനെ പോയി വീഴ്. കണ്ണു തുറക്കല്ലേ. കണ്ണ് തുറക്കുന്നതിന് മുമ്പ് 3 വിഷ് പറ. 3 വിഷ് ബർത്ത്ഡേക്കുള്ള. പെട്ടെന്ന്. സോറി, അത് ക്യാൻഡിൽ ഊതുമ്പോഴാ പറയണ്ടേ. ആണോ പറയണ്ടേ? ഇച്ചിരി ഉറക്കം തിങ്ക് ചെയ്താൽ മതി. അച്ചാച്ചനാണെങ്കിൽ തിരി കത്തിക്കാൻ വേണ്ടി 10 തിരിയാണ് കത്തിക്കുന്നത്. 3, 5, 8, 10. ഇത് മാജിക് ക്യാൻഡിലാണെന്ന് തോന്നുന്നു. അയ്യോ, അനുവച സൂക്ഷിച്ചു നോണം കേട്ടോ. ഇതിന്റെ ക്രാക്കർ ഇല്ല, അങ്ങനെയാണ് അദ്ദേഹം സൗണ്ട് കേട്ടാൻ. പൊട്ടിത്തെറിക്കും. വെയിറ്റ്. കഴിഞ്ഞു. ഓപ്പൺ യുവർ ഐസ്. യൂണിക്കോൺ. ഇവിടെ വന്ന് നോക്ക്, കണ്ണൊക്കെ ഉണ്ട് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ അന്നക്കുട്ടി കണ്ടോ. പിന്നെ യൂണിക്കോണിന്റെ കണ്ണ് 10 തിരി. ഒന്നും നോക്കണ്ട, ഊതിക്കുമ്പോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അന്നക്കുട്ടി, ഹാപ്പി ബർത്ത്ഡേ ടു യു. കട്ട് ചെയ്തും എല്ലാവരും ചോദിക്കണം, കേക്ക് കട്ട് ചെയ്തോട്ടെ, കേക്ക് കട്ട്, അങ്ങനെ 3 പ്രാവശ്യം ചോദിക്കണം. ദിസ് ഈസ് നോട്ട് ഇന്ത്യ, ദിസ് ഈസ് നോട്ട് അമേരിക്ക, ഇത് ഇന്ത്യ. ഇന്ത്യയിൽ അങ്ങനെയുണ്ട്. എന്തേ സിസിക്ക് കൊടുക്കേ? വേണ്ട അവിടെ തിന്നണം. എന്നാ കൊടുത്തോ പാവം. ഹാപ്പി ബർത്ത്ഡേ ലൂക്കാപ്പി. ഉമ്മ നീ തരണ്ടേ? ആണോ? എങ്ങനെ ടേസ്റ്റ്? കേക്ക് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റാ. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? ഗിഫ്റ്റ് വേണോ?
വേണ്ടേ ഗിഫ്റ്റ് വേണ്ടേ? അയ്യോ എന്നാ പിന്നെ പോട്ടെ, കുഴപ്പമില്ല. ഡബിൾ ഡിജിറ്റ് ആയതുകൊണ്ട് ഗിഫ്റ്റ് വേണോ? ഇവിടെ ഗിഫ്റ്റ് എടുപ്പുണ്ട്, ഇവിടെ ഞാൻ എടുത്തോണ്ട് പോട്ടെ. ഇവിടെ ഉണ്ട്. ഇതാണ് എന്നെ കൊച്ചിന്റെ ഗിഫ്റ്റ് കേട്ടോ. കണ്ണു തുറക്കല്ലോ കേട്ടോ. ഇത് അഞ്ജുവാനിയുടെ ഗിഫ്റ്റ് ആണേ, മറ്റേതല്ല. ഇത് മറ്റേതല്ല, വേറെ പറയണ എക്സ്ട്രാ പെയർ. ഇത് ആക്ച്വലി അഞ്ജുവാനി 3 മാസം മുമ്പ് മേടിച്ചു വെച്ചതാ. യുഎസിൽ ഞങ്ങൾ ആക്ച്വലി യുഎസിൽ പോകുമ്പോൾ കൊടുക്കാൻ വേണ്ടി മേടിച്ചതാണ്. പക്ഷേ ഞങ്ങൾക്ക് ആക്ച്വലി പോകാൻ പറ്റിയില്ല. എന്നെ മനസ്സിലായോ? എന്നാ അത്? മൈക്രോസ്കോപ്പ്. ഇവിടെ നിനക്ക് സ്ലൈഡ്സ് പഠിക്കാൻ വേണ്ടിട്ട്. ഇനി ഇതല്ലാതെ വേറൊരു ഗിഫ്റ്റ് ഉണ്ട്, എന്റെ ഗിഫ്റ്റ്. വേണോ? ഇന്നല്ല, അത് നാളത്തെ കഴിഞ്ഞ്. അതൊരു സ്പെഷ്യൽ ഗിഫ്റ്റാ. അപ്പൊ ഡേ ആഫ്റ്റർ ടുമോറോ. അങ്ങനെയുണ്ടല്ലോ. അന്നക്കൊച്ചിന്റെ റിയൽ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ പൊക്കോണ്ടിരിക്കുവാണ്. അന്നക്കൊച്ചേ, എന്നാ ഗിഫ്റ്റാ വേണ്ടേ? അന്നക്കൊച്ചിന് ഗിഫ്റ്റ് എന്നാ വേണ്ടെന്ന് അറിയത്തില്ല കേട്ടോ. നമ്മൾ എന്താണെങ്കിലും നമ്മുടെ കിളിക്കൂടെ ഉള്ള സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ കിളിക്കൂട്ടിലുള്ള സാധനം മേടിക്കാം. അപ്പൊ അന്നക്കൊച്ചിന് ഇഷ്ടമുള്ള സാധനത്തിന് നമുക്ക് പോയിട്ട് മേടിക്കാം കേട്ടോ, ഷോപ്പിൽ പോയിട്ട്. നമ്മളിതേ കടയിലേക്ക് പൊക്കോണ്ടിരിക്കുവാണ്. ഇത് നമ്മുടെ കോട്ടയത്ത് ഒരു പുതിയ വഴിയാണ് കേട്ടോ, നമ്മുടെ മെഡിക്കൽ കോളേജിന് അടുത്തുള്ള വഴി. ഒരു രക്ഷയില്ല, വഴി ഭയങ്കര രസമാണ്. 2 സൈഡിൽ നടക്കാനൊക്കെ സ്ഥലമൊക്കെ ഉണ്ട്. ഇത് ശരിക്കും ആംബുലൻസ് പോകാനായിട്ട് എനിക്ക് ഒന്ന് വീതി കൂട്ടിയതാന്ന് തോന്നുന്നു. ഇനിയിപ്പോ വേണമെങ്കിൽ നമ്മുടെ കടയിൽ ചെല്ലുമ്പോ വല്ല ബണ്ണിയോ വല്ല മൊയലോ വല്ല ഗിനിപ്പിഗോ, ഹാംസ്റ്റർ വേണ്ട. ഹാംസ്റ്ററിനെ ഈ ചൂടത്ത് ഭയങ്കര പാടാ ടേക്ക് കെയർ ചെയ്യാൻ. വല്ല പന്നിക്കുഞ്ഞാണെങ്കിലോ? പിഗ് വേണ്ടെന്ന് പറഞ്ഞേക്കുന്നത്. അവിടെ ഒരു മറ്റേ സീബ്രയുടെ കുഞ്ഞുണ്ടെന്നാ അവര് പറഞ്ഞു. സീബ്ര ബേബി ആണെങ്കിലോ? സീബ്രയുടെ ബേബി ആണെങ്കിലോ? അത് കൂളാ അല്ലേ? എന്നാൽ ഒരു സീബ്രയുടെ കുഞ്ഞിനെ തന്നെ മേടിച്ചേക്കാം ഉണ്ടെങ്കിൽ. നമ്മൾ ഇന്ന് പോകുന്നുണ്ടല്ലോ, നമ്മൾ ഇന്ന് 2-3 പെറ്റ് ഷോപ്പിൽ പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ അടുത്തുള്ള 2-3 പെറ്റ് ഷോപ്പിൽ പോകുന്നുണ്ട്. നമുക്ക് അറിയത്തില്ല നമുക്ക് എവിടെ നിന്നൊക്കെ ആയിരിക്കും സാധനം കിട്ടുന്നതെന്ന്. അയ്യോ, മനാഫിക്ക് അടച്ചേക്കുവാണ് കേട്ടോ. ഞാൻ ഇന്ന് മനാഫിക്കാനെ വിളിക്കാതെയാണ് വന്നത്. അപ്പൊ ഇവിടെ അടുത്ത് വേറെ കടയുണ്ട്. അതിനെക്കുറിച്ച് ഇവിടെ കോഴി, പോത്ത്, ആട്, മീൻ, അത് പലചരക്കടയാണ് കേട്ടോ. സോറി, നമ്മൾ എത്തിയിട്ടുണ്ട്. എവിടെ നീ കണ്ടോ? ഞാൻ ആദ്യം നോക്കിട്ടോ അവിടെ ഒരു വെറൈറ്റി സാധനം ഉണ്ട്. ഒരു കാര്യം ചെയ്യും, അന്നക്കൊച്ചി ഇവിടെ ഇരിക്കും, ഞങ്ങൾ മേടിച്ചോണ്ട് വരാം. എന്നിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ സാധനം എന്നാണ്. വേണ്ട നീ എവിടെ ഇരുന്നു. സർപ്രൈസ് എന്ന് പറയുമ്പോഴേക്കും എന്തുവാ, ഒരാൾ അങ്ങോട്ട് വന്ന് മേടിക്കുന്നതാണ് സർപ്രൈസ്. അവിടെ ഇരുന്ന് നോക്കി ഞാൻ പറഞ്ഞ സാധനം കാണിച്ചു തരാം കേട്ടോ. ഇവിടെ വരുമ്പോഴേക്കും അവള് അവിടുന്ന് വന്നപ്പോഴേ പറഞ്ഞായിരുന്നു അവൾക്ക് ഗിനിപ്പിക്കിന് ഇഷ്ടമാണ്. ഇവിടെ ഇഷ്ടംപോലെ ഗിനിപ്പന്നി കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് നിന്ന് 2 മേടിക്കാം. ബാക്കി മൊയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മൊയിലെ മേടിച്ചിട്ട് നമുക്ക് പണിയാണ്. ഇവന്മാർ തുള ഉണ്ടാക്കി പോയി നമ്മുടെ ടാങ്ക് പണിയാക്കും. അപ്പൊ നമ്മൾ അവന്മാർ 2 മേടിക്കാൻ വേണ്ടി പോവാണ്. ഇവന്മാർ ഇങ്ങനെ കരയുമായിരുന്നോ? ആ ചെറുതില്ല, ഒരു കുഞ്ഞ് നമ്മൾ ചെറുതിന് നോക്കി മേടിക്കുവാണ് കേട്ടോ. പിടി തരുന്നില്ല, അവൻ മൂലയ്ക്ക് പോയിരിക്കുവാണ്. അതുകൊണ്ടല്ലോ നമ്മൾ ഓരോരുത്തരെ മേടിച്ചിട്ടുണ്ട്. ഇവർക്ക് സാധാരണ പുല്ലാണ് നമ്മൾ കൊടുക്കുന്നത്. 2 എടുത്ത് വെച്ച് അതിനെടുത്തോ. നമ്മൾ 2 എടുത്തിട്ടുണ്ട്. ആളെ ഞാൻ എന്നാണെങ്കിലും വീട്ടിൽ ചെന്ന് കാണിച്ചു തരാം. അപ്പൊ ചേച്ചിയാണെങ്കിൽ നമുക്ക് സാധനത്തിന് അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പയ്യെ ഇവനെ കൊണ്ട് വണ്ടിക്കത് വെക്കാൻ. ഒരാൾ അവിടെ ഇരുന്ന് നൈസായിട്ട് നോക്കുവാണേ. ഇവനെ എടുത്തിരിക്കും. ഇവൻ ചാടിപ്പോയി. എടാ ചാടിപ്പോലെ കേട്ടോടാ. കരയല്ലേ കേട്ടോ, കരയല്ലേ. ഓ എന്നാ ക്യൂട്ടാ അല്ലേ? അല്ലേ വെച്ചാ സീബ്ര കുഞ്ഞ് എന്നാ ക്യൂട്ടാ അല്ലേ? എന്നാടി എന്താ പറയാനായിട്ട് സീബ്ര കുഞ്ഞല്ല, ഞാൻ ഓർത്തു അതിലും വെറൈറ്റി സാധനമാണ്. നീ കണ്ടോ? ഇല്ല. ശരിക്കും പറ കണ്ടോ? ഇല്ല. എനി ഗസ്? റെയിൻബോ സീബ്ര. യെസ്. യൂണിക്കോൺ? Because unicorn they don't exist. Red rabbit. അങ്ങനെ നമ്മൾ അന്നക്കൊച്ചിന്റെ മെയിൻ സർപ്രൈസ്. ഇനിയുള്ള കുറെ ദിവസം അവൾക്ക് വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോഴേക്കും കളിപ്പിക്കാനായിട്ട് ഞങ്ങൾ സാധനത്തിന് മേടിച്ചിട്ടുണ്ട്. എന്ത് സാധനം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കണ്ടു, പക്ഷെ അന്നക്കൊച്ചി കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ ഇനി ഇപ്പൊ ഇവിടെ ഒരു പെറ്റ് ഷോപ്പും കൂടെ ഉണ്ട്. അവിടെയും കൂടെ കയറിയിട്ട് നമ്മുടെ കുളത്തിലേക്ക് നമുക്ക് എന്തെങ്കിലും വെറൈറ്റി മീനിനെ കിട്ടുമോ നോക്കാം കേട്ടോ. സെറ്റ്. ഇവിടെ നിന്നുണ്ടല്ലോ, ഇവിടെ നമ്മൾ മീനെയാണ് മേടിക്കുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ ഫിഷിനെയാണ് മേടിക്കുന്നത്. വെറൈറ്റികളായിട്ടുള്ള എന്തെങ്കിലും മീൻ ഉണ്ടെങ്കിൽ നമുക്ക് മേടിക്കും. ഇതെന്താണ് ഇത്? ഈ ചേട്ടൻ ഇപ്പൊ ഈ മീൻ ഒരു കുഞ്ഞുമീൻ ഇട്ട് കൊടുത്ത് കാണിച്ചു തരണേ. കാണണോ? ഫീഡ് ചെയ്യുന്നേ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് കേട്ടോ. 4 അടി നീളം വെക്കുമെന്നാ പറഞ്ഞ ചേട്ടൻ പറഞ്ഞത്. ഇത് കണ്ടോണേ, നോക്കിക്കോണേ. എന്റെ അമ്മേ, ഇവര് ഭയങ്കര ക്യൂട്ടപ്പന്മാരല്ലേ. മറ്റേ കണ്ണ് കണ്ടോ, ചുവന്ന കണ്ണൊക്കെ. ഇവന്മാരെ ഫുള്ളന്മാരെ മേടിച്ചേക്കണേ.
ചേട്ടാ ഇന്ന് ഇവരെ ഫുള്ള് വന്നേക്കാവോ? നമ്മുടെ ഈ കോറീസിനെ മൊത്തം എടുക്കണം, വൈറ്റിനെ കേട്ടോ. ഇതിൽ വെള്ളം പോണം. ഇതിനെ മൊത്തം എടുക്കാം, നമുക്ക് ഈ ബ്ലൂ റാമിനെ മൊത്തം. പിന്നെയാണെങ്കിൽ ഇതിനകത്ത് 4 ഫാൻറ്റെയിൽ ടെട്ര കിടപ്പുണ്ട്. അപ്പൊ ഞാൻ അതിനെയും കൂടെ എടുക്കുവാണ്. കാര്യം നമ്മുടെ ടാങ്കിൽ നമുക്ക് ടെട്രേനെ കുറെ അയച്ചു വിടാം. അപ്പൊ ഇവരിട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാം വാട്ടർ ക്വാളിറ്റി എങ്ങനെയാണെന്ന്. ഇത് ഏത് കളറാണ് വേണ്ടേ? ബ്ലൂ. ഒരു പേര് എത്ര വേണം? ഒരു പേരാണോ ഒന്നോ? ഞങ്ങൾ വെറൈറ്റി 2 സാധനം കണ്ടുപിടിക്കുന്നേ. ഏതാ മേടിക്കണ്ടേ? ഇതിനെ മേടിക്കണം. ഏതാ വേണ്ട? ഇത് വേണം, ഇത് വേണം. ഇനി ഇതിനെ കൂടെ ഇതിന് മൊത്തം വന്നേക്കാവോ? ഓക്കെ. അപ്പൊ നമ്മുടെ കഴിഞ്ഞു. നമ്മൾ ആവശ്യത്തിന് മീനുകളെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവരൊക്കെ ഇന്ന് കുളത്തിൽ കൊണ്ട് റിലീസ് ചെയ്യുന്ന ആരാ? എന്നൊക്കെ വിടുന്ന കേട്ടോ. താങ്ക് യു. ഇതിനെ അവള് പിടിച്ചോളൂ. അല്ലേടി പിടിച്ചോളൂ. പറ്റുണ്ട് പിടിക്കാൻ. നിറച്ച് മീനാ. ഓക്കെ ഓക്കെ. പിന്നെ നെറ്റും. അപ്പൊ താങ്ക് യു. അപ്പൊ കാണാം കേട്ടോ. ബൈ ബൈ. ചെറിയ വലുതിലുണ്ട്. അപ്പൊ കാണാം കേട്ടോ. താങ്ക്സ്. ബൈ ബൈ ബൈ. നമ്മൾ ഇത്രയും പേരെ എടുത്ത് നമ്മുടെ വണ്ടിയുടെ പുറകിലേക്ക് വെക്കുവാണ് കേട്ടോ. കരയുന്നുണ്ടോ? അവിടെ ഒരാൾ ജസ്റ്റ് ഉണ്ടല്ലോ, എന്തെങ്കിലും സൗണ്ട് കേൾക്കുമെന്ന് അറിയാൻ വേണ്ടി പുറകിൽ പോയി നോക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ ഇനി നമ്മൾ ഇവിടുന്ന് നേരെ വീട്ടിലോട്ട് സർപ്രൈസിന് കാണിച്ചാലോ? ബാ, ഒരു കാര്യം ചെയ്യാം. മെയിൻ ഗിഫ്റ്റ് സീബ്ര കുഞ്ഞ് അവിടെ ഇരിക്കട്ടെ. സീബ്ര കുഞ്ഞെ നീ ഇവിടെ ഇരിക്കട്ടോ. നമ്മുടെ പോണ്ടിലോട്ട് ഇനിയും കുറെ വെറൈറ്റി സാധനങ്ങൾ. ഇത് പിടിച്ചപ്പോ ഇത് മീനിനെ കൊരാനുണ്ട്, കുഞ്ഞു മീനുകളെ കൊരാനുണ്ട്. കുറെ വെറൈറ്റി മീനുകളുണ്ട്. ഇത് പിടിച്ചാൽ അവിടെ സീബ്ര കുഞ്ഞെ നീ ഇവിടെ ഇരുന്നോ കേട്ടോ. ഇനി വേറെ സാധനം എടുത്തുണ്ടോ? ഇതെന്നാന്ന് ഇപ്പൊ കാണിച്ചു തരാം. അതൊക്കെ കണ്ടോണം. വെള്ളത്തിരുന്നാ അവള് മാന്തുന്ന സൗണ്ട് കേട്ടെന്ന് അതിനകത്തുനിന്ന്. നമ്മുടെ കുളത്തിന്റെ പണി നടക്കുന്നു. പക്ഷെ ഇന്നൊരു സങ്കടകരമായ സംഭവം ഉണ്ടായി കേട്ടോ. നമ്മുടെ ഫിൽട്ടർ മോട്ടർ അടിച്ചു പോയിരിക്കുകയാണ്. ഇത് നന്നാക്കാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. മോട്ടർ പോയി, അത് കംപ്ലൈൻ്റ് ആയി. ഇപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ മീനുകളെ ടെമ്പറേച്ചറുമായിട്ട് യൂസ്ഡ് ആകാൻ വേണ്ടി ഫസ്റ്റ് ഇത് കണ്ടല്ലോ, നമ്മുടെ ബ്ലൂ റാമിനെ എല്ലാം എടുത്ത് ഞാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ മീനുകൾക്കുള്ള തീറ്റ ഇത് നമ്മുടെ കോറീസ്. ഇതുണ്ടോ? ഇത് നല്ല രസമല്ലേ? ഇവിടെ ഒരാൾ വല മേടിച്ചുകൊണ്ട് വന്നതിന് മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീനുകളെ പിടിച്ച് അടുത്ത് കാണാനായിട്ടാണ് കേട്ടോ. ഇതുണ്ടോ? ഇതുണ്ട്. ഇവർ നമ്മൾ മേടിച്ചിട്ടതിനേക്കാളും എല്ലാവരും വലുതായി. അതുപോലെ തന്നെ വേറെ സംഭവമുണ്ട്. സീബ്രയ്ക്ക് ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് തീറ്റ കൊടുത്ത് കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു ഏരിയയിൽ ഫുള്ള് തീറ്റ ഇടുവാണ് കേട്ടോ. ഇതുണ്ട് നമ്മുടെ മീനുകളെല്ലാവരും, എല്ലാവരും അല്ല, കുറേ അമ്മമാർ ഇവിടെ വന്നിട്ടുണ്ട്. സീബ്രയുടെ കുട്ടികളുണ്ട്, സീബ്രയുണ്ട്. എന്നാ വന്നേ? അപ്പുറത്ത് ഇനിയുണ്ടോ? ഒരു കാര്യം ചെയ്യാം കേട്ടോ. ഇവന്മാരുടെ മെയിൻ സ്ഥലമാണ് കേട്ടോ ഇത്. നമ്മളിവിടെ തീറ്റ ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴേക്ക് ഇവന്മാർ തന്നെ ഈ ഏരിയ ആ പായലൊക്കെ മാറ്റുന്നത്. ഇതുണ്ടോ? മീനുകളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നല്ല ഹെൽത്തിയാണ് എല്ലാ മീനുകളും. നമ്മൾ ആദ്യം കൊണ്ടിട്ടതുപോലെയല്ല, എല്ലാവരും ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ. വെള്ളത്തിൻ്റെ ക്വാളിറ്റി നമ്മൾ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വെള്ളം നല്ല ക്ലീൻ ആണ്. ഇപ്പോൾ ഇച്ചിരി ഡള്ളായി പോയതാണ്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പോണ്ടിൻ്റെ അടിഭാഗം വരെ കാണാനായിട്ട് വരും. നമ്മൾ ഈ സൈഡിലത്തെ മീനുകൾക്കെല്ലാം തീറ്റ കൊടുക്കുവാണ്. ഇതിനകത്തുമുണ്ട് നമ്മുടെ സ്പാഫിഷും കാര്യങ്ങളൊക്കെ. ഒരു കാര്യം ചെയ്യാം, ഏകദേശം 10-15 മിനിറ്റ് ആയി. നമ്മൾ മീനുകൾ റിലീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അന്നക്കൊച്ചിൻ്റെ ഗിഫ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ അന്നക്കൊച്ചിൻ്റെ കയ്യിൽ തന്നെ കൊടുക്കാൻ വേണ്ടി പോവാണ്. കൈ രണ്ടും പിടിച്ചോ, ക്ലോസ് ആയിട്ട് വെള്ളത്തിൽ പിടിച്ച് മാറി. ചിലപ്പോൾ ചെറുതായിട്ട് കുത്തും കേട്ടോ. കറക്റ്റ് ഇവരുടെ കൈയുടെ കളർ തന്നെയാണ് മീനും. എല്ലാവരും ഇടാവേ. കണ്ടോ? എല്ലാരും കോറീസ് നമ്മുടെ കുളത്തിൽ ബ്രീഡ് ആവുന്ന മീനാണ്. ഈ ഒരു സൈഡിൽ ഫുള്ള് ഇപ്പൊ അവന്മാർ താഴെ പോയിരിപ്പുണ്ട്. ഇവന്മാർ നല്ല ആൽഗേറ്റേഴ്സ് ആണ് കേട്ടോ. അതായത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഷീറ്റിൽ വരുന്ന നമ്മുടെ ടാങ്കിൽ ഉണ്ടാകുന്ന ആൽഗയൊക്കെ ഇവന്മാർ നന്നായിട്ട് കഴിക്കും. നല്ല അടിപൊളി ആൽഗേറ്റേഴ്സ് ആണ്. നമ്മൾ ഇന്ന് മേടിച്ചതിൽ ഏറ്റവും ഭംഗിയുള്ള മീനുകളാണ്. ഞാൻ കാണിച്ചു തരാം. ഇത് ബ്ലൂ റാം ആണോ അതോ ബലൂൺ റാം ആണോ? ഒന്നില്ല, ആരും വന്നില്ല. ചോദിച്ചു വിട്ടോ കേട്ടോ. ഇത് കണ്ടോ? മതി. ഇപ്പൊ ഇതിനകത്തുള്ളത് ശരിക്കും നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഒരു ഫാൻറ്റെയിൽ ടെട്രയുണ്ട്, ഒരു ബലൂൺ റാം ഉണ്ട്, പിന്നെ ഈ പറഞ്ഞതുപോലെ ഇത് എന്ത് ഗൗരിയാണ്, ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. അറിയാവുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. അന്നക്കൊച്ച് പറഞ്ഞിട്ട് മേടിച്ച മീനാണ് കേട്ടോ ഈ നീല. അതെ, അന്നക്കൊച്ചിന് അടുത്ത നെക്സ്റ്റ്. മതി കണ്ടോ? എന്റെ രസം അതെ, അടിപൊളി. ഞാനിവരെ എല്ലാവരെയും വിട്ടോ. ഒരാളും കൂടി ഉണ്ട്, ഒരാൾ തന്നെ പോയിട്ടുണ്ട്. ഇതുണ്ടല്ലോ, ഒരു ടെട്രയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ടെട്രസിന് നമ്മൾ 4 മേടിച്ചു ടെസ്റ്റ് അടിക്കാനായിട്ട്. ബാക്കി ഈ പറഞ്ഞ പോലെ ബലൂൺ റാമും ബ്ലൂ റാമും ആണ് കേട്ടോ. ഉണ്ടല്ലോ, തുറന്നപ്പോ തന്നെ ഒറ്റ ചാട്ടേ. അതിനെ കാണിച്ചേ. ഓ, എന്നാ രസമാണ് നോക്കി. ഭയങ്കര റെഡ് കളറാണ് കേട്ടോ. ഇത് കുറെ എണ്ണം പ്രഗ്നന്റ് ആയിട്ടുള്ളതുണ്ട് കേട്ടോ. എന്റെ കയ്യിൽ ചോദിച്ചു കുറച്ചെണ്ണത്തിന്. 1, 2, 3, 4. ഇവര് ഭയങ്കര ചാട്ടക്കാരാണ് കേട്ടോ. ഇത് കണ്ടോ? ഇതാണ് നമ്മുടെ മോളീസ്.
വെള്ളം കുറഞ്ഞ കയ്യിൽ കുറെ എണ്ണം വന്നിട്ടുണ്ട്. അങ്ങോട്ട് വിട്ടോ ഇങ്ങോട്ടോ. എല്ലാം ഒന്നിച്ചു വിട്ടോ. ലാസ്റ്റത്തെയാണ് കേട്ടോ. ഇത് കണ്ടോ, എന്റെ കയ്യിൽ മൊത്തം ഉണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. ഇതിനകത്ത് കുറെ എണ്ണം പ്രഗ്നന്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ദിവസം തന്നെ ഇവന്മാരുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കുളത്തിൽ മൊത്തം എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. വേറെ ആരും പായലിന്റെ മുകളിലൊന്നും ചാടി കയറിയിട്ടില്ലല്ലോ അല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ശരിക്കും കുളത്തിന്റെ അവസ്ഥ ഇതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ കുളത്തിന്റെ പണി നടക്കുന്നു. 2 ദിവസമായിട്ട് മഴയായതുകൊണ്ട് ബാക്കി പണി നടന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം. ബർത്ത്ഡേ സർപ്രൈസ് മറന്നുപോയോ? പപ്പ ഒരു കൂടെ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. പപ്പയാണെങ്കിൽ ഒരു കൂടെ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി മെയിൻ സർപ്രൈസ് ഈ വണ്ടിക്കതാണ് കേട്ടോ. അന്നക്കൊച്ചിന്റെ കണ്ണ് പൊത്തി പിടിച്ച മമ്മി. സീബ്ര കുഞ്ഞെ കരയല്ലോ കേട്ടോ. സീബ്ര കുഞ്ഞെ ഇവിടെ ചാടാറാ. ഞാൻ ജസ്റ്റ് അവന്റെ മീശ ഉണ്ടല്ലോ, അന്നക്കൊച്ചിന്റെ ഇത് കയ്യെ മുട്ടിക്കാവേ. അവന്റെ മീശ കയ്യെ മുട്ടിക്കുക. എന്നാന്ന് പറയണേ കേട്ടോ. എന്നാ എന്നാ പറ, നീ പറ. എന്നാ എന്നാ പറ. അപ്പുറത്തെ കൈ കാണിക്കേ. എടാ കടിക്കല്ലേ പ്ലീസ്. ഓക്കെ, പറ്റിക്കാൻ പറ്റത്തില്ല. പറക്കുവോ? എനിക്ക് ടച്ച് ചെയ്യാൻ പറ്റോ? എന്നാ കിളി കരയെന്ന് വെച്ചേട്ടോ. കിളിയാണോ? ഒരു മിനിറ്റ്. യെസ്, ഓപ്പൺ യുവർ ഐസ്. ഗിനിപ്പിക്ക്. രണ്ടുപേർക്ക് 2 പേരിടണം. ഇത് ബേബി അല്ലേ? ഇവർക്ക് എന്നാ ഫുഡ് കൊടുക്കുന്ന അറിയോ? ഫുഡ്. 2 പേരുടെ പേര് പറ. ജമ്പറും ജിമ്പറും. അത് വേണ്ടേ? പിങ്കും പങ്കും. നമ്മൾ പേരിട്ടിരിക്കുകയാണ് പിങ്കും പങ്കും. പിങ്കും പങ്കിനെ ഇപ്പൊ എന്നാ ചെയ്യാൻ വേണ്ടി പോവാ? എവിടെ? നമ്മൾ ഇവനെ മേട് കൊണ്ട് അയച്ചിടാൻ വേണ്ടി പോകണം കേട്ടോ. അന്നക്കൊച്ച് 2 പേർക്കും പേരൊന്നുകൂടെ ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്നാ പേരിട്ടേക്കുന്നത്? പിങ്കി ആൻഡ് ടിങ്കി. പിങ്കി ആൻഡ് ടിങ്കി. എന്നിട്ട് ഏതാ പിങ്കി? ഇത് പിങ്കി. മറ്റേത് ടിങ്കി ആൻഡ് പിങ്കി. ഓക്കെ, വെയിറ്റ്. 2 പേരെയും കൂടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇവന് എന്നെ അത്ര ഇഷ്ടമല്ല. കൂടെ അപ്പൊ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോകട്ടോ. നമ്മൾ ഈ ഒരു കുഞ്ഞു വീഡിയോ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഗിനിപ്പിക്കിനെ മേടിക്കണം. എടാ ഓടല്ലേടാ, ഇരിക്കടാ, മസാജ് ഒക്കെ ചെയ്യേണ്ടടാ. നമ്മൾ അർജുൻ പുതിയൊരു വണ്ടി മേടിച്ചിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, അവൻ വണ്ടി മേടിച്ചപ്പോഴേക്കും. അപ്പൊ ആള് വണ്ടി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. വണ്ടി എന്ന് പറഞ്ഞപ്പോ അടുത്ത മേളിൽ നോക്കുന്നുണ്ടോ ഡിങ്കർജി? വണ്ടി കണക്ഷനിലേക്ക് അടുത്തൊരു എന്നാ നോക്കട്ടെ ഞങ്ങൾ എന്നാന്ന്. ഓ എന്റെ ദൈവമേ, എനിക്ക് വയ്യ. ഒന്ന് വെച്ച് കാണിച്ചേ. ഞങ്ങളുടെ മെയിൻ വിനോദങ്ങൾ ഒന്നാണ് കേട്ടോ അതൊക്കെ. സീബ്രാക്കുഞ്ഞിന് ഒരു പ്രശ്നമുണ്ട്. ഭയങ്കര കരച്ചിലാ, ഭയങ്കര സൗണ്ടാ. ഉണ്ടോ? ഇല്ല. ഉണ്ടോ?